പാസ്റ്റർ കുറച്ചു മുമ്പേ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു സംശയം ചോദിച്ചോട്ടെ? ഞാനൊരു സത്യാന്വേഷിയാ, ആ ചോദിക്കാമോ? സത്യാന്വേഷി ചോദിക്കും. അതായത് പാസ്റ്റർ പറഞ്ഞല്ലോ ഈ പെന്തക്കോസ്തുകാരെ പിന്നെ മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കും, മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോ ഈ ക്രൈസ്തവരുടെ ഇടയില് പല വിശ്വാസങ്ങളുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്ന വിശ്വാസക്കാരുണ്ട്. മരിച്ചു കഴിഞ്ഞാല് എവിടെ ശുദ്ധീകര സ്ഥലത്തിലോ മറ്റോ പോയി കിടക്കുമെന്നോ, അപ്പൊ അവിടുന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സഭക്കാരുണ്ട്. അപ്പൊ ഇതില് പാസ്റ്റർ ഈ ഏതിനോട് ആണ് യോജിക്കുന്നത്? മരിച്ചു കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ എന്റെ മരിച്ചു പോയവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, അപ്പൊ അവരെവിടെയോ ഈ ശുദ്ധീകര സ്ഥലം പറഞ്ഞ പർഗേറ്ററിയോ അങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ടാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാനിപ്പോ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മകനോ മകളോ ബെഡ്റൂമിൽ ഭക്ഷണം കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. നിങ്ങൾ രാത്രി പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു രോഗവും ഇല്ല, ഒരു അസുഖവും ഇല്ല, പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കുണ്ട്. നിങ്ങളുടെ അപ്പുറത്തെ മുറി കിടക്കുന്ന കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് തേങ്ങ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവർക്ക് ആവശ്യമൊന്നുമില്ല. അല്ല, ആവശ്യമുണ്ടല്ലോ. ലോകത്തിൽ അനേകം ആവശ്യങ്ങളില്ലേ? ആവശ്യങ്ങള് അനേകം ഉണ്ടല്ലോ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോ. അതിനുവേണ്ടിയും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവത്തോടുള്ള സംഭാഷണമുള്ള പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടി എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ 2 പിള്ളേർ അപ്പുറത്തെ മുറി കിടന്നുറങ്ങുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി എന്നതാ പ്രാർത്ഥിക്കുന്നത്? അവരുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അവര് ചത്തു കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലല്ലോ. അവർ ആസ് ലോങ് ആസ് ദേ ലീവ്, അവിടെ വരെയുള്ള പ്രാർത്ഥന. അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ, ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെക്കുന്ന മനുഷ്യനാണ്. നിങ്ങളെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വളരെ അരിഷ്ടനാണ്. കാരണം ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ വെക്കുന്നെങ്കിൽ, അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മരണത്തിനപ്പുറത്ത് പ്രത്യാശ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിശ്വാസം വരും. അപ്പൊ അവിടെയുള്ളവരോട് സ്നേഹം വരും. അപ്പൊ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മരണത്തിനപ്പുറത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മരിച്ചു പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പാസ്റ്ററെ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ പാസ്റ്ററെ. ഞാൻ ചോദിച്ചത് പലതരം വിശ്വാസികളുണ്ട്. മരണശേഷം എവിടെയോ ഒരു പർഗേറ്ററിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ശിക്ഷാ സ്ഥലത്ത് കിടക്കുന്നു. അതുകൊണ്ട് അവരെ അവിടുന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പർഗേറ്ററി ഒന്നും ഇല്ല, മരിച്ചതുകൊണ്ട് ഉടനെ സ്വർഗത്തിലോ എവിടെയെങ്കിലും പോയി പിന്നെ പ്രാർത്ഥന ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി അതുപോലെ വേറെയുണ്ട് ചിന്താധാരകള് ക്രൈസ്തവരുടെ ഇടയിൽ. പാസ്റ്ററെ എന്തുകൊണ്ടാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഈ പർഗേറ്ററിയിൽ കിടക്കുന്നത് കൊണ്ട് അവരെ അവിടുന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിന് ഡയറക്റ്റ് ആയിട്ടൊരു ഉത്തരം പറയൂ. അല്ലല്ല, മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിന്ന് കയറ്റാനൊന്നും അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ആളുകൾക്കൊന്നും അത്രയും അബദ്ധമൊന്നും പറ്റത്തില്ല, അവരൊന്നും കുഴിയിലൊന്നും പോകത്തില്ല. അവരോടുള്ള ഫെലോഷിപ്പാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന. അതായത് അവര് മരിച്ചു എന്ന് പറഞ്ഞാൽ they are very much alive, they are very much present in our prayers, in our worship, in our daily lives, they are around us. അതാണ് സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് എബ്രായ ലേഖനം 12 പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചുറ്റും ആളുകൾ നിൽക്കുമ്പോൾ അവരെ പരിഗണിക്കാതെ നമ്മൾ തന്നെ ഇരുന്ന് തിന്നിച്ചു പോകുന്നുണ്ട്. അവരെ കൂടെ നമ്മുടെ ഭക്ഷണ മേശയിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെയാണ് സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ പരേതരായിട്ട് വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കൾ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ ആരാധനകളിലും ഞങ്ങൾ അവരെ അനുസ്മരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ഭയത്തോടെ വിറയലോടെ അവർ ദൈവസന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? അവര് ദൈവത്തിന്റെ ഒരു ദർശനം കണ്ടതും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയതും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സ്ഥൂലമായതും തീ കത്തുന്നതും ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. പർവ്വതം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, അങ്ങനെ ഒരു സംഭവത്തിന് ഇടത്തില്ല. പുതിയ നിയമ വിശ്വാസി ചെല്ലുന്നത് എങ്ങനെയാണ്? പുതിയ നിയമ വിശ്വാസി ചെല്ലുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും
ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അരുളി ചെയ്തവനെ നിരസിക്കാതെ ഇപ്പൊ നോക്കുകയും. അപ്പൊ ഇവിടെ പറയുന്ന 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങളുടെ അടുക്കലേക്കാണ് ഒരു പുതിയ നിയമ വിശ്വാസി വരുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ നിയമ വിശ്വാസി വെന്നെവർ ഹി സ്റ്റാർട്ട് പ്രേയിങ്, ഈ 8 കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ. ഫസ്റ്റ് തിങ് എന്നതാണ്? ഒന്നാമത്തെ തിങ് യേശുവിന്റെ പുണ്യാഹ രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പൊ ഇവനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഈ പുണ്യാഹ രക്തമാ. ഈ രക്തം എവിടെയാണ് അവൈലബിൾ? വിശുദ്ധ കുർബാനയിലാണ്. വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ രക്തമാകുന്നു. അപ്പൊ ബിഗിനിങ്, അതായത് ദൈവവുമായിട്ടുള്ള സംസർഗത്തിന്റെ വെരി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. അപ്പൊ വിശുദ്ധ കുർബാനയിലെ സംസർഗം പുണ്യവാന്മാരുമായിട്ടുള്ള സംസർഗമാണ്. ദാറ്റ് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. ആ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ രക്തത്തിന്റെ അടുക്കൽ വരണം. അപ്പൊ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തം. അടുത്ത് പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു. ഈ വിശുദ്ധ കുർബാനയിൽ കൂടെ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ അടുക്കലാണ് എത്തുന്നത്. അടുത്തത് എന്താണെന്നറിയോ? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. അതിന്റെ മുകളിൽ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി. അതിന് പിന്നെയും കാണുന്ന ആദിജാതൻ, സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭ. അതിന്റെ അവിടെ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം. പിന്നെ എന്താണ്? ദൈവത്തിന്റെ നഗരമായ, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. അവിടെയാണ് പിന്നെ പറയുന്നത് പിന്നെയോ സിയോൻ പർവ്വതം. അപ്പൊ ഇതൊരു ഒരു 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 വലിയൊരു സംഭവമാണ്, വലിയൊരു കാഴ്ചയാണ്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ അതർ വേൾഡ് കംപ്ലീറ്റ് നമ്മളെ വന്ന് ചൂഴ്ന്ന് നിൽക്കുകയാണ്. ഒരു പുതിയ നിയമ വിശ്വാസിയെ ഈ സ്വർഗമണ്ഡലം ചൂഴ്ന്ന് നിൽക്കുകയാണ്. ചൂഴ്ന്ന് നിൽക്കുമ്പോൾ ഈ വാങ്ങിപ്പോയവർ മുഴുവൻ നമ്മളെ എന്ത് ചെയ്യാണ്? നമ്മളെ ഇങ്ങനെ പരിരംഭിച്ച് നിൽക്കുന്ന. അതെന്താണ് അവർ പറയുന്നത് അറിയാമോ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട്. അപ്പൊ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനയിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്യാതെ, അവരെ ഗ്രീറ്റ് ചെയ്യാതെ, അവരെ പരിഗണിക്കാതെ ഒരു പ്രാർത്ഥന നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? വി ആർ നോട്ട് സ്പിരിച്വലി ബ്ലൈൻഡ്. നമ്മൾ ആത്മീകമായി അന്ധരല്ല. ആത്മനയനങ്ങൾ തുറന്നു വെച്ച് നമ്മൾ ഇവരെ കാണുന്നു. ഇവരെ കാണുന്നതുകൊണ്ട് അവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതിവചിക്കുന്നു, അവരെ നമ്മൾ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും വാങ്ങിപ്പോയവർക്ക് സ്ഥാനമുള്ളത്. കാരണം ഞങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരല്ല എന്നതാണ് എന്റെ കാരണം.